ഇരുമുന്നണികളുടെയും പൊരിഞ്ഞ പോരിനിടെ സ്വന്തം ഇടം കണ്ടെത്താനായി എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വലിയ നേട്ടം. നഗരപ്രദേശങ്ങളിൽ കാര്യമായ മുന്നേറ്റം കാഴ്ചവെച്ച ബിജെപിക്ക് പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ ക്ഷീണം സംഭവിച്ചു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഭിന്നമായി RSS സജീവമായി രംഗത്തിറങ്ങിയതും ബിജെപിക്ക് ഗുണം ചെയ്തു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേതുപോലെ നഗരങ്ങളിലും പട്ടണങ്ങളിലും സ്വാധീനമുറപ്പിക്കുന്ന ശൈലിയാണ് ബിജെപിയുടെ മുന്നേറ്റത്തിൽ വ്യക്തമാകുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേതുപോലെ നഗരങ്ങളിലും പട്ടണങ്ങളിലും സ്വാധീനം ഉറപ്പിക്കുന്ന ശൈലിയാണ് ബിജെപിയുടെ മുന്നേറ്റത്തിൽ വ്യക്തമാകുന്നത്. കോർപ്പറേഷനുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും ബിജെപി സാന്നിധ്യം തന്നെ തെളിവ്. തിരുവനന്തപുരത്ത് 6ഉം തൃശൂരിലും കൊച്ചിയിലും 2 വീതവും സീറ്റുകൾ നേടിയ ബിജെപിക്ക് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തും തൃശൂരും ഒറ്റ സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. കൊച്ചിയിൽ മാത്രമാണ് പേരിന് ഒരംഗം ഉണ്ടായിരുന്നത്. സംസ്ഥാനമൊട്ടാകെ ഇത്തവണ 76 നഗരസഭാ വാർഡുകളിലാണ് ബിജെപി ജയിച്ചത്. ഇതിൽ കാസർകോട്ട് പ്രതിപക്ഷ സ്ഥാനത്താണ് പാർട്ടി. പാലക്കാട് ജില്ലയിലാണ് പാർട്ടി കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 15 സീറ്റ് ഉൾപ്പെടെ 21 മുനിസിപ്പൽ വാർഡുകളിലാണ് താമര വിരിഞ്ഞത്. തൃശൂരിൽ 9ഉം ആലപ്പുഴയിൽ 5ഉം നഗരസഭാ വാർഡുകൾ സ്വന്തമാക്കിയ ബിജെപി തിരുവല്ലയിലും പരവൂരിലും നെടുമങ്ങാട്ടും നിർണായക ശക്തിയുമായി. ഇവിടെ ബിജെപി അംഗങ്ങളുടെ നിലപാട് ഭരണം നിശ്ചയിക്കുമെന്ന നിലയാണ്. ഇതുവരെയുള്ള ഫലമനുസരിച്ച് 10 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും 297 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും ബിജെപി മുന്നിലാണ്. അതേസമയം കാസർകോട്ട് കഴിഞ്ഞ തവണ 6 പഞ്ചായത്തുകൾ ഭരിക്കുകയും 7ഇടത്ത് പ്രതിപക്ഷമായിരിക്കുകയും ചെയ്ത പാർട്ടി ഇത്തവണ 4 പഞ്ചായത്തുകളിൽ മാത്രമാണ് മുന്നേറിയത്. ഗ്രാമങ്ങളിൽ സ്വാധീനം നഷ്ടമായെന്ന് ചുരുക്കം. ഇരുമുന്നണികളുടെയും നേതാക്കൾക്ക് വരും ദിനങ്ങളിൽ ധാരാളം ചർച്ച ചെയ്യാൻ അവസരം നൽകിക്കൊണ്ടാണ് കാവിപ്പട കരുത്തുകാട്ടിയത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.